ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. ഞാൻ എൻ്റെ പെന്ന് താഴെ പോയി. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും ഞാൻ കയറി വന്നിട്ടുണ്ടാവുക. ആ പെന്ന് താഴെ പോയതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്റിലെ കിഡിലൻ ക്വസ്റ്റ്യൻസ്, ഇത് കിഡിലൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ടൈമാണല്ലോ നിങ്ങളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ സിമ്പിളാണ്. പെൻസില്, റൈറ്റ്, നൈഫ് എന്ത്? പെൻസിൽ എന്തിനുപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ട് നൈഫ്, കത്തി എന്തിനാ ഉപയോഗിക്കാം? അത് വേണം കണ്ടുപിടിക്കാം. ഒരു നേഴ്സറി കുട്ടിയോട് ചോദിച്ചാൽ മതി ഇതിൻ്റെ ആൻസർ. പെൻസിൽ എഴുതാൻ ഉപയോഗിക്കും, അതാണ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നൈഫ്, കത്തി എന്തിനാ ഉപയോഗിക്കുക? കത്തി ഉപയോഗിക്കൽ ഇതിന്ന് സെലക്ട് ചെയ്യണം. ദേ നമ്മുടെ അത്തരം കത്തി മുറിക്കാനല്ലേ ഉപയോഗിക്കുക, അല്ല എന്തിനാ കട്ട് ചെയ്യാൻ. ഓക്കെ, ക്ലീൻ ചെയ്യാൻ കത്തി ഉപയോഗിക്കുമോ? ഇല്ല. മൂവ് ചെയ്യാൻ കത്തി ഉപയോഗിക്കുമോ? ഇല്ല. ബേക്ക് ചെയ്യാനൊന്നും ഉപയോഗിക്കൂല, കട്ട് ചെയ്യാനായിരിക്കും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരിചയപ്പെടുകയാണ് കേട്ടോ. മെല്ലെ 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 നമുക്ക് ഗിയർ മാറ്റാം. ഇത് അതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. പെട്രോൾ കാറ് ഇതെന്താ? അപ്പം പെട്രോൾ എവിടെ നമ്മൾ യൂസ് ചെയ്യാം? ഫ്യൂവല്. കാറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലാണ് പെട്രോൾ അല്ലേ? അതുപോലെ ഇലക്ട്രിസിറ്റി താഴെ 4 ഓപ്ഷനിൽ ഏതിലാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ട്രക്കിൽ ഇലക്ട്രിസിറ്റി ട്രക്ക് ഇല്ല. പിന്നെ പല സാധനമല്ലേ, എന്താ അതിൻ്റെ പേര്? ആ ഒരു സാധനമുണ്ട്, അത് ഈ പെട്രോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതൊക്കെ എയറോപ്ലെയിനും അത് തന്നെ, അത് ഹൈട്രക്ക് അങ്ങനെ ഒന്നും അല്ലേ. ഓക്കെ, പക്ഷെ ടെലിവിഷൻ പെട്രോൾ ഉപയോഗിച്ചിട്ടാണോ? അല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ താഴെ തന്നതിൽ പെട്രോൾ, കാറിന് യൂസ് ചെയ്യുന്ന ഇന്ധനമാണ് പെട്രോൾ. അപ്പൊ ഇലക്ട്രിസിറ്റി അത് എന്തിനാണ്? അത് ടെലിവിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ പെട്രോൾ, കാറ് വർക്ക് ചെയ്യണമെങ്കിൽ പെട്രോൾ. ആ ഒരു ഐഡിയ, ആ ഒരു ലോജിക്ക് ഉണ്ടായാൽ മതി. അതാണ് ഇതിന് ആൻസർ. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്നല്ല ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത റിലേഷൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ എന്ത് എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക്. താഴെ കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടണം. വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ടീത്ത്, പല്ല്, പല്ല്. ആ പല്ല്. ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഷാമ്പു. താഴെ 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ ഫീഡ്ബാക്കിൻ്റെ കൂടെ ആൻസർ ഇടാം. ഒരിക്കലും ആൻസർ മാത്രം ഇടരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നോക്കാൻ വേണ്ടി മാത്രം വാങ്ങിയ ഫോണാണ് ഞാനിത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ആൻസർ മാത്രമല്ല, ഫീഡ്ബാക്ക് കൂടെ ഇടണം. ഇതാ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻസർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ലൈക്ക് അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് അടിക്കുക, ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പിടിച്ചിരിക്കുക. ഞാൻ അടുത്ത ക്ലാസ്സുമായിട്ട്, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.